ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമസ്കാരം. രാജേഷ് ജി, നമ്മുടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആരാണ്? തീരുമാനമെടുത്തോ കോൺഗ്രസ് ഹൈക്കമാൻഡ്? ഇത് ദിവസം 10-11 ഇതിങ്ങനെ നീട്ടിക്കൊണ്ടു പോകുന്നതിൽ എന്താണ് അർത്ഥം? വലിയ പ്രതിഷേധം ഉയരുന്നുണ്ട്. ഇത്രയും വലിയ ഒരു അനുകൂല ജനവിധി ലഭിച്ചിട്ടും കോൺഗ്രസ് ഹൈക്കമാൻഡിന് ഇക്കാര്യത്തിൽ ഒരു നിലപാടെടുക്കാൻ കഴിയുന്നില്ല. ഒരു വശത്ത് മുസ്ലിം ലീഗിൻ്റെ സമ്മർദ്ദം, മറുവശത്ത് കോൺഗ്രസ് അണികളിൽ നിന്നും നേതാക്കളിൽ നിന്നും ഉയരുന്ന മുറവിളി, വല്ലാത്തൊരു, മാത്രമല്ല കേരളത്തിൻ്റെ പൊതുസമൂഹം നൽകിയിരിക്കുന്ന ഈ ജനവിധി ഒരുപാട് പാഠങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരുപാട് സന്ദേശങ്ങളുണ്ട്. ഇതെല്ലാം വായിച്ചെടുക്കാൻ കഴിവുള്ളവർ തന്നെയാണ് കോൺഗ്രസ് ഹൈക്കമാൻഡിലുള്ളവർ. അതുകൊണ്ടുകൂടിയാണ് അവർക്ക് ഈ ബുദ്ധിമുട്ട് എന്ന് തോന്നുന്നു. എന്തായാലും ആരായിരിക്കും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്ന് ഒരു പക്ഷേ മണിക്കൂറുകൾക്കുള്ളിൽ അറിഞ്ഞേക്കാം. എന്നാലും കോൺഗ്രസ് ഈ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിലൂടെ നേരിട്ട പ്രതിസന്ധികൾ, വരാൻ പോകുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണ്? ഈ വരാൻ പോകുന്ന വെല്ലുവിളികൾ എന്ന് പറഞ്ഞാൽ, ഇന്ന് 1 മണിക്കായിരുന്നു നിയമസഭാ കക്ഷി യോഗം തിരുവനന്തപുരത്ത് വെച്ചിരുന്ന എല്ലാ MLA-മാരോടും എത്താൻ പറഞ്ഞിരുന്നു. രാവിലെ രാഹുൽ ഗാന്ധിയും KC വേണുഗോപാലുമായിട്ട് പ്രത്യേക ചർച്ചകൾ നടത്തി. അതുകൊണ്ട് 4 മണിയോടെ KC വേണുഗോപാൽ അടക്കമുള്ള ഹൈക്കമാൻഡ് നേതാക്കൾ തിരുവനന്തപുരത്ത് ലാൻഡ് ചെയ്യും എന്നാണ് ഇപ്പോൾ ഏറ്റവും പുതിയ വിവരം. അപ്പോൾ 1 മണിക്ക് ചേരാനിരിക്കുന്ന ആ യോഗം അത് നീളാൻ സാധ്യതയുണ്ട്. പക്ഷേ ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറഞ്ഞാൽ ഒരു തമാശയുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തതുപോലെ കോൺഗ്രസിൻ്റെ ആ സന്ദേശം, ഹൈക്കമാൻഡിൻ്റെ സന്ദേശം കേരളത്തിലെ ഘടകകക്ഷിയായ മുസ്ലിം ലീഗിൻ്റെ പക്കൽ എത്തിക്കഴിഞ്ഞു. ഇന്നത്തെ യോഗത്തിൽ ലീഗിൻ്റെ MLA-മാർ പങ്കെടുക്കില്ല. അവർക്ക് എത്താൻ അസൗകര്യമുണ്ടെന്നാണ് അറിയിച്ചിരിക്കുന്നത്. കാരണം കാസർഗോഡ് ജില്ലയിൽ നിന്നൊക്കെ UDF-ൻ്റെ MLA-മാർ തൃക്കരിപ്പൂരിൽ അവിടെ നിന്നൊക്കെ അവർ കൃത്യമായിട്ട് തലസ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. പക്ഷേ അതിനിടയ്ക്കുള്ള മലപ്പുറത്തുള്ളവർക്ക്, മലപ്പുറത്തും പിന്നെ കാസർഗോഡും മഞ്ചേശ്വരത്തൊക്കെ ജയിച്ചു വന്ന ലീഗ് MLA-മാർക്ക് വരാനൊരല്പം അസൗകര്യം. കാരണം കഴിഞ്ഞ ദിവസം ലീഗിൻ്റെ യോഗം അവിടെ ചേർന്നല്ലോ, ഇവിടെ മുഖ്യമന്ത്രി തീരുമാനിച്ചിട്ടില്ല. പക്ഷേ അവർ കക്ഷി യോഗം ചേർന്നു. എന്തായാലും കത്ത് കൊടുക്കുമെന്ന് പറഞ്ഞു, അവർ പ്രഖ്യാപിക്കുകയും ചെയ്തു. അതെ, അവരുടെ മുഖ്യമന്ത്രി ആരായിരുന്നുള്ളത് കത്ത് കൊടുക്കുകയും. അതിപ്പോൾ ഞാൻ ഏറ്റവും ഒടുവിൽ കണ്ട ഒരു കാര്യം, ഇന്നലെ രാത്രി വൈകി നമ്മുടെ VD സതീശൻ്റെ വസതിയിലും ഓഫീസിലും ഒക്കെ വലിയ ആഘോഷം നടക്കുക. മധുരം വിതരണം ചെയ്യുന്നു, പടക്കം പൊട്ടിക്കുന്നു. അപ്പോൾ VD സതീശനാണ് അടുത്ത മുഖ്യമന്ത്രി എന്ന മട്ടിലാണ് ഈ ആഘോഷങ്ങൾ. നമുക്കത് വിശ്വസിക്കാൻ കഴിയുമോ? ആ ഒരു കാരണം KC വേണുഗോപാൽ ഇന്ന് കർശന നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ആലപ്പുഴയിൽ തൻ്റെ വീട്ടിൻ്റെ മുന്നിൽ പ്രവർത്തകരും കൂടി നിൽക്കരുത്, ആഘോഷങ്ങൾ അരുത്. പിന്നെ ഇന്ദിരാഭവനിൽ ഗ്രൂപ്പ് തിരിഞ്ഞുള്ള ആഘോഷങ്ങൾ വേണ്ട. ആഘോഷങ്ങൾ എന്ന് പറഞ്ഞാൽ അതിന് പ്രതിഷേധവും ആകാം. അതെ, രണ്ടും പാടില്ല. അല്ല, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആഘോഷം എന്ന വാക്കിന് 2 അർത്ഥങ്ങളുണ്ട്. ഒന്ന് ആഘോഷമെന്നും ഒന്ന് പ്രതിഷേധം. അപ്പോൾ ഏതാണ്ട് VD സതീശൻ തന്നെയാണ് മുഖ്യമന്ത്രി, ഏതാണ്ടൊക്കെ തീരുമാനമായി എന്നാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയ. രമേശ് ചെന്നിത്തല എന്ത് ചെയ്യും? രമേശ് ചെന്നിത്തലയ്ക്ക് മന്ത്രിസഭയിൽ ഒരു മാന്യമായ സ്ഥാനം കൊടുക്കാൻ തന്നെയാണ് സാധ്യത. കാരണം അതായത് കോൺഗ്രസ് ഒടുവിൽ തീരുമാനിച്ചു KC വേണുഗോപാൽ മുഖ്യമന്ത്രിയാകണ്ട. KC വേണുഗോപാൽ മുഖ്യമന്ത്രിയായാൽ ഏതെങ്കിലും ഒരു MLA-യെ രാജിവെപ്പിച്ച് 6 മാസത്തിനുള്ളിൽ അവിടെ നിന്ന് മത്സരിച്ച് ജയിക്കണം. അത് ഒരു വലിയ ടാസ്ക്കാണ്. രണ്ടാമത്തത്, KC വേണുഗോപാലിന് ആലപ്പുഴ MP സ്ഥാനം രാജിവെക്കേണ്ടി വരും. ഇന്നത്തെ നിലയ്ക്ക് അങ്ങനെ രാജിവെച്ചാൽ തീർച്ചയായിട്ടും അവിടെ BJP ശോഭാ സുരേന്ദ്രനെ ഒരിക്കൽ കൂടി നിയോഗിക്കും. അവരെ ഒരു പക്ഷേ കേന്ദ്രമന്ത്രി, അതായത് ക്യാബിനറ്റ് റാങ്കുള്ള മന്ത്രി എന്ന ഒരു പദവി ഓഫർ ചെയ്തുകൊണ്ടായിരിക്കും BJP അവരെ മത്സരരംഗത്തേക്ക് നിയോഗിക്കുന്നത്. നരേന്ദ്രമോദി നേരിട്ട് വരും പ്രചാരണത്തിന്. വലിയ വെല്ലുവിളി. കാരണം 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശോഭാ സുരേന്ദ്രൻ നേരിയ ഒരു ഇതിലാണ് 3-ാം സ്ഥാനത്തേക്ക് ആയിപ്പോയത്. ഒരു പക്ഷേ KC വേണുഗോപാൽ അല്ല അന്ന് കോൺഗ്രസിന് വേണ്ടി മത്സരിച്ചിരുന്നതെങ്കിൽ ശോഭാ സുരേന്ദ്രൻ അവിടെ വിജയിച്ചേനെ. ഇനിയിപ്പോൾ ഇടതുപക്ഷം എന്തായാലും അപ്രസക്തമായിപ്പോയി. ആലപ്പുഴ ജില്ലയിലടക്കം കനത്ത തിരിച്ചടിയാണ് അവർക്ക് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ
പരമ്പരാഗതമായി അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന വോട്ടുകൾ വലിയ രീതിയിൽ ശോഭയ്ക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട്. ഇതൊക്കെ കണക്ക് കൂട്ടിയപ്പോൾ കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനിച്ചോ KC മുഖ്യമന്ത്രി ആകണ്ട എന്ന്? അതെ, കാരണം കെ സി ആലപ്പുഴയിൽ നിന്നുള്ള MP സ്ഥാനം രാജിവെക്കുകയാണെങ്കിൽ KC പിന്നെ ഡൽഹിയിലേക്ക് പോകേണ്ട അധികം കാര്യമില്ല. അപ്പോൾ KC സ്വയം അവിടെ അപ്രസക്തനായി മാറും. പിന്നെ KCയുടെ നമ്പർ 51 ലോധി എസ്റ്റേറ്റ് എന്നുള്ള ആ വീടുണ്ട്. ആ വീട് കുറെ കാലമായിട്ട് പല സംസ്ഥാനങ്ങളുടെയും രാഷ്ട്രീയ നീക്കങ്ങൾ, കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി തീരുമാനിക്കുന്നതും അടക്കമുള്ള പ്രതിപക്ഷ നേതാക്കളെ തീരുമാനിക്കുന്നതും അടക്കമുള്ള രാഷ്ട്രീയ ഈ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്ന ആ ചർച്ചകളുടെ കേന്ദ്രമായിരുന്നു ഈ ലോധി എസ്റ്റേറ്റ്, ആ ബംഗ്ലാവ്. അല്ല, ഇതിലൊന്നും നമ്മുടെ യുവരാജാവ് രാഹുൽ ഗാന്ധി ഇടപെടാതെ ഇതെല്ലാം KC വേണുഗോപാലിനെ ഏൽപ്പിച്ചിരിക്കുകയായിരുന്നു. അതെ, അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ ഏറ്റവും ഇന്ന് രാവിലെ KC വേണുഗോപാലും രാഹുൽ ഗാന്ധിയുമായിട്ടൊരു ചർച്ചയുമുണ്ട്. പിന്നെ മുഖ്യമന്ത്രി ആരെന്നുള്ളത് സീൽ വെച്ച കവറിൽ ദീപദാസ് മുൻഷിയുടെ കയ്യിൽ കൊടുത്തു വിട്ടിട്ടുണ്ട്. പിന്നെ പിന്നാലെ AICC നേതാക്കൾ, കേരളത്തിന്റെ ചുമതലയുള്ള നേതാക്കളെല്ലാം ചാർട്ടേഡ് വിമാനത്തിൽ എത്തുമെന്നാണ് പറയുന്നത്. 4 മണിയാകും. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും, കാരണം KC വേണുഗോപാലിന്റെ ഒരു അപ്രമാദിത്വം ദേശീയ രാഷ്ട്രീയത്തിൽ ഇതൊക്കെ പറയുമ്പോഴും ഇപ്പുറത്ത് കോൺഗ്രസ് ഇങ്ങനൊരു തീരുമാനമെടുക്കുമ്പോൾ അത് ആത്മഹത്യാപരമല്ലേ? കാരണം ലീഗിൻ്റെ നിർബന്ധത്തിനും സമ്മർദ്ദത്തിനും വഴങ്ങി, ലീഗിൻ്റെ എന്നതിനേക്കാൾ കൂടുതൽ ജമാഅത്ത് ഇസ്ലാമിയുടെ ഇടപെടൽ, ആ ഇടപെടലിന് മുന്നിൽ കോൺഗ്രസ് മുട്ടുമടക്കി VD സതീശനെ മുഖ്യമന്ത്രിയാക്കി എന്ന് വരില്ലേ? അങ്ങനൊരു സ്വാഭാവികമായിട്ടും ഒരു തോന്നൽ വരും. തോന്നലല്ല, അത് ഒരു അങ്ങനെ ഒരു നരേറ്റീവ് വളരെ കൃത്യമായി കേരളത്തിൽ വളരെ നേരത്തെ തന്നെ രൂപപ്പെട്ട് കഴിഞ്ഞു. ഉണ്ട്. മുസ്ലിം ലീഗിന്റെ സമ്മർദ്ദപ്രകാരമാണ് VD സതീശൻ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തന്നെ പേര് വന്നതും ഒടുവിൽ ആദ്യമായിട്ട് ഒരു മുഖ്യമന്ത്രി ആരാകണമെന്ന അഭിപ്രായം പറഞ്ഞ ഘടകകക്ഷിയും ലീഗ് തന്നെയാണ്. അപ്പോൾ ഈ ലീഗ് പക്ഷേ കഴിഞ്ഞ ദിവസം അപ്പോൾ KC വേണുഗോപാൽ അല്ല VD സതീശൻ ഏതാണ്ടൊക്കെ മുഖ്യമന്ത്രി ആകുമെന്ന് ഉറപ്പിച്ചു. കാരണം ഘടകകക്ഷികളുടെ പിന്തുണ ഉണ്ടല്ലോ. അപ്പോഴാണ് അവിടെ കോൺഗ്രസിലെ VD KCയുടെയും ഗ്രൂപ്പുകൾ അവരുടെ നേതാക്കന്മാരൊക്കെ സമ്മർദ്ദം ചെലുത്തിയത്. കാരണം ഇത് ഘടകകക്ഷികളെ കോൺഗ്രസിന്റെ കാര്യത്തിൽ ചർച്ച ചെയ്യാൻ ഇടപെടുത്തരുത് എന്ന് പറഞ്ഞിട്ട്. പക്ഷേ അതിലൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഏറ്റവും ഒടുവിൽ ഈ പന്ത് കറങ്ങി തിരിഞ്ഞ് നമ്മുടെ AK ആന്റണി എന്ന മുതിർന്ന കോൺഗ്രസ് നേതാവിന്റെ പക്കലെത്തി. അല്ല, അത് അങ്ങനെ ഒരു വാർത്ത കൂടി വന്നായിരുന്നു. AK ആന്റണി, VM സുധീരൻ, മുല്ലപ്പള്ളി രാമേന്ദ്രൻ തുടങ്ങിയ മുതിർന്ന നേതാക്കളുടെ അഭിപ്രായം ഹൈക്കമാൻഡ് തേടിയിരുന്നു. കാരണം ഇവർക്ക് കോൺഗ്രസ് നേതാക്കളുടെ പിന്തുണ അല്ല ഇനി അങ്ങോട്ട് വേണ്ടത്. ഈ VM-നായാലും മുല്ലപ്പള്ളിക്കായാലും ഒക്കെ അവർക്ക് വേണ്ടത് ഘടകകക്ഷികളുടെ കൂടി ഒരു പിന്തുണ ഇവർക്ക് വേണം. കാരണം ഇവർക്ക് പാർട്ടിക്കുള്ളിൽ ഇത്രയും ഗ്രൂപ്പിസമായി. അപ്പം ഈ മുതിർന്ന നേതാക്കൾക്കും ഇനി അങ്ങോട്ട് 5 കൊല്ലം ഭരണകാല സമയത്ത് പിടിച്ചു നിൽക്കണമെങ്കിൽ അവർക്ക് ഈ ഘടകകക്ഷികളുടെ പിന്തുണ. അങ്ങനെ ഇന്നലെ AK ആന്റണി അടക്കം ഉള്ളവർ പറയുന്നത് ഘടകകക്ഷികളെ തള്ളിക്കളയരുത്, അവരെ വിശ്വാസത്തിലെടുക്കണം. അതിന്റെ അർത്ഥം ഘടകകക്ഷികൾ എന്ന് പറഞ്ഞാൽ അത് ലീഗ് തന്നെയാണ് പ്രധാനമായിട്ടും. അപ്പോൾ ലീഗിന്റെ അത്രയും സമ്മർദ്ദം ചെലുത്താനുള്ള ശക്തി വേറെ ആർക്കും ഇല്ല. അപ്പം ലീഗിന്റെ താല്പര്യം എന്താണോ, അപ്പം അവർ ലീഗ് പറയുന്ന ന്യായം ടീം UDF ആയിട്ട് ഇലക്ഷനെ നയിച്ചത് VD സതീശനാണ്. അതുപോലെ തന്നെ VD സതീശനാണ് പ്രതിപക്ഷ നേതാവായ 5 കൊല്ലം UDF-നെ കൊണ്ടുപോയത്. VD സതീശനാണ് പ്രചരണ രംഗത്ത് മുന്നിൽ നിന്ന് പട നയിച്ചത് VD സതീശനായിരുന്നു. പക്ഷേ ഇതൊക്കെ പറയുമ്പോഴും അപ്പുറത്ത് മറ്റൊരു വലിയ അപകടം കോൺഗ്രസിനെ കാത്തിരിക്കുന്നുണ്ട്. കാരണം ഇത് കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനിച്ചിരുന്നെങ്കിൽ പ്രശ്നമില്ല. ഇത് പഴയ 5-ാം മന്ത്രി വിവാദം പോലെയായി. കാരണം കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയെ നിശ്ചയിച്ചത് ലീഗാണ് എന്നിപ്പോൾ ഏതാണ്ട് എന്താ പറയുക, ഈ വെറുതെ പറഞ്ഞു പരത്തലല്ല, അത് വ്യക്തമായി കഴിഞ്ഞു. അപ്പോൾ അത് വാസ്തവത്തിൽ UDF രാഷ്ട്രീയത്തിനുണ്ടാക്കാൻ പോകുന്ന ഒരു അപജയം, ഒരു പരാജയം. അപ്പുറത്ത് അത് മുതലെടുക്കാൻ നിൽക്കുന്നത് CPM അല്ല, അത് മുതലെടുക്കാൻ നിൽക്കുന്നത് BJP ആണ്. അതിൽ ഹൈക്കമാൻഡിനെ ഇപ്പോൾ ധരിപ്പിച്ചു വെച്ചിരിക്കുന്നത് 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്തായാലും BJP ക്ലച്ച് പിടിക്കില്ല. കാരണം നേരത്തെ പറഞ്ഞത് സുരേഷ് ഗോപി ജയിച്ചത് പാർലമെന്റ് സീറ്റ് ആയതുകൊണ്ടാണ്.
ഇപ്പോൾ ഇതേ കോൺഗ്രസ് നേതാക്കൾ തന്നെ ഹൈക്കമാൻഡിനെ ബോധിപ്പിക്കുന്നത് നിയമസഭയിലാണ് 3 BJP MLA മാർ ജയിച്ചത്. അത് ലോക്സഭയിൽ അതിന്റെ അനുരണനങ്ങൾ ഉണ്ടാകില്ല എന്നൊരു ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇതൊരു ആന്റി ഇൻക്യുബൻസി ഫാക്ടർ ആകില്ല. അത് കോൺഗ്രസിന്റെ ഈ ഹൈക്കമാൻഡ് അത്ര ബുദ്ധിയില്ലാത്തവരൊന്നും അല്ലെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. തിരുവനന്തപുരം ജില്ല 2 ലോക്സഭാ മണ്ഡലങ്ങളുണ്ട്, തിരുവനന്തപുരവും ആറ്റിങ്ങലും. ഈ രണ്ടിടത്തും ഇന്ന് BJP അതിശക്തമായ വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് നിൽക്കുകയാണ്. രണ്ടിടത്തും ഏതാണ്ട് 2ാം സ്ഥാനത്ത് തന്നെ BJP നിൽക്കുക. BJP മാത്രമല്ല, കഴിഞ്ഞ തവണ ഇത്രയും 18 സീറ്റ് പിടിച്ചെടുത്തത് LDFന്റെ കയ്യിൽ നിന്നുമാണ്. അല്ല, അത് LDFന്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്തു. ഞാൻ പറയുന്ന വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2029 സത്യത്തിൽ LDF ഒരു കക്ഷിയാണോ? പക്ഷെ ജനത്തിന് ഇപ്പോഴും BJP ഒരു ഓപ്ഷനാണെന്ന് അതാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ ജനത്തിന് BJP ഒരു ഓപ്ഷനായി ജനം കരുതുന്നില്ല എന്നുള്ള കണക്കുകൂട്ടൽ തെറ്റല്ലേ? കാരണം ആ കണക്കുകൂട്ടലാണ് ഇപ്പോൾ ഈ കേരളത്തിലെ ഈ മുതിർന്ന നേതാക്കൾ കോൺഗ്രസിന്റെ ഹൈക്കമാൻഡിന്റെ മുന്നിൽ വെച്ചിരിക്കുന്നത്. ഇപ്പോഴും BJP ഒരു പ്രതിപക്ഷമല്ല. പക്ഷേ ഈ 3 സീറ്റ് ജയിച്ചത് അത് അവര് ഓളത്തിൽ ജയിച്ചു പോയി. LDFന്റെ വിരുദ്ധ വോട്ടുകൾ കൊണ്ട് ജയിച്ചതാണ്. അത് തന്നെ ഒരു അബദ്ധമല്ലേ? കാരണം അതിശക്തമായ UDF തരംഗത്തിനിടയിലും BJPയുടെ 3 സ്ഥാനാർത്ഥികൾ ജയിച്ചു വന്നു. കേരളത്തിലെമ്പാടും UDF തരംഗം, ഭരണവിരുദ്ധ വികാരം UDF തരംഗമായി ആഞ്ഞടിക്കുകയായിരുന്നു. ആ തരംഗത്തെ, ആ കൊടുങ്കാറ്റിനെ അതിജീവിച്ചുകൊണ്ട് BJPയുടെ 3 MLA മാർ ജയിച്ചു വന്നതിനെ നിസ്സാരമായി കോൺഗ്രസ് ഹൈക്കമാൻഡ് കാണുന്നെങ്കിൽ അതിനേക്കാൾ വലിയ മണ്ടത്തരം വേറൊന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ധരിപ്പിക്കുന്നതിന്റെ കുഴപ്പമാണ് ഇവർ പറയുന്നത്. ഇപ്പോഴും അന്ന് UDFന്റെ, കാരണം പല മണ്ഡലങ്ങളിലും UDF സ്ഥാനാർത്ഥികളുടെ നോക്കൂ, രാജേഷ് ജി പറഞ്ഞത് ശരിയാണ്. ഇപ്പോൾ പിന്നെ തൃശ്ശൂരിൽ സുരേഷ് ഗോപി ആയതുകൊണ്ട് ജയിച്ചു, ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ ആലപ്പുഴയിൽ ഈ പറഞ്ഞതുപോലെ ശോഭാ സുരേന്ദ്രൻ, ഞാൻ ഈ മുമ്പ് ചൂണ്ടിക്കാണിച്ചതാണ്, ശോഭാ സുരേന്ദ്രൻ അവിടെ വീണ്ടും മത്സരിച്ചാൽ വലിയ നേട്ടം ഇക്കുറി ഉണ്ടാകില്ലേ? പ്രത്യേകിച്ചും ഇടതുപക്ഷത്തിന് വലിയ തകർച്ച. കാരണം ഇടതുപക്ഷം ഡൽഹിയിൽ പോയിട്ട് ഈ വോട്ട് ചെയ്യാൻ പോകുന്ന നിഷ്പക്ഷരായ ആൾക്കാരൊക്കെ അങ്ങനെ വെറുതെ വോട്ട് ചെയ്യുന്നവരല്ല. അവർ വരും വരായികൾ ചിന്തിച്ച് വോട്ട് ചെയ്യുന്നവരാണ്. ഉദാഹരണത്തിന് കേരളത്തിൽ നിന്നിപ്പോൾ ഇദ്ദേഹത്തെ ജയിപ്പിച്ചു, സുരേഷ് ഗോപിയെ ജയിപ്പിച്ചു, അദ്ദേഹം മന്ത്രിയായി. പിന്നെ ജോർജ് കുര്യനെ രാജ്യസഭയിലേക്ക് കൊണ്ടുപോയി, അദ്ദേഹം മന്ത്രിയായി. നേരത്തെ വി മുരളീധരനെ രാജ്യസഭയിലേക്ക് കൊണ്ടുപോയി മന്ത്രിയാക്കിയിരുന്നു. അൽഫോൺസ് കണ്ണന്താനത്തിനെ രാജ്യസഭയിലേക്ക് കൊണ്ടുപോയി മന്ത്രിയാക്കിയിരുന്നു. ഇതെല്ലാം ചെയ്തതാണ് BJP. അപ്പോൾ BJPക്ക് കേരളത്തിൽ നിന്ന് 1 or 2 പേര് ജയിച്ചു വന്നാൽ അവരെ മന്ത്രിയാക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. പ്രത്യേകിച്ചും തെക്കൻ കേരളത്തിൽ നിന്ന് ശോഭാ സുരേന്ദ്രൻ, വി മുരളീധരൻ, രാജീവ് ചന്ദ്രശേഖർ, ഇവരൊക്കെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയവരാണ്. ആ ഒരു സാധ്യതയെ കോൺഗ്രസ് ഹൈക്കമാൻഡ് കണ്ടില്ലെന്നാണോ? അതെ, കോൺഗ്രസിന്റെ ഒരു സ്വഭാവം വെച്ചിട്ട് ഇപ്പോൾ അവർ അവരുടെ സ്വന്തം കാര്യം, എനിക്കാകണം മുഖ്യമന്ത്രി, എനിക്കാകണം മന്ത്രിമാർ, എൻ്റെ ഗ്രൂപ്പ് നേതാവാകണം മന്ത്രി എന്നൊരു മാനസികാവസ്ഥയിലാണ് അവർ നിൽക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഇവരിപ്പോൾ പറയുന്നത് ഈ തൃശ്ശൂർ സംഭവിച്ചതുപോലെ തന്നെയാണ്. സംഭവിച്ചിട്ട് തലയൊക്കെ വെച്ച് നിലവിളിക്കുക എന്നുള്ളൊരു അവസ്ഥ അതാകും ആലപ്പുഴയിലും നടക്കാൻ പോകുന്നത്. ആലപ്പുഴയിൽ ഇനി BJP ക്ലച്ച് പിടിക്കില്ല എന്ന് പറഞ്ഞ് അവസാനം സംഭവിക്കുമ്പോൾ അത് എതിർ കക്ഷിയുടെ LDFന്റെ ചുമൽ കൊണ്ട് ചാരുന്നു. LDF ജയിപ്പിച്ചു, അല്ലെങ്കിൽ വെള്ളാപ്പള്ളി ജയിപ്പിച്ചു എന്ന് പറയും. SNDP വെള്ളാപ്പള്ളിയുടെ ഈഴവ വോട്ടുകൾ ഉപയോഗിച്ച് ജയിച്ചു എന്നൊക്കെ പറയും. അതൊക്കെ പക്ഷേ ഇപ്പോഴും അതവിടെ നിൽക്കട്ടെ. മറ്റൊരു വിഷയം, കോൺഗ്രസ് ഈ ലീഗിൻ്റെ സമ്മർദ്ദത്തെ തുടർന്ന് VDയെ മുഖ്യമന്ത്രിയാക്കി എന്നുള്ള ആക്ഷേപവും ആരോപണവും എങ്ങനെയാണ് നേരിടാൻ പോകുന്നത്? ലീഗിന് ഇപ്പോഴും അറിയില്ല VD മുഖ്യമന്ത്രി ആകുമോ എന്നുള്ളത്. ഘടകകക്ഷികൾക്ക് അറിയിച്ചിട്ടില്ല. കാരണം അറിയാവുന്ന KC വേണുഗോപാലിന് അറിയാം, രാഹുൽ ഗാന്ധിക്കും അറിയാം, ദീപദാസ് മുൻഷിക്കും അറിയാം. ഇനി ദീപദാസ് മുൻഷിക്ക് അറിയാമോ എന്നറിയില്ല. VD സതീശന്റെ വീട്ടിൽ നടക്കുന്ന ആഘോഷമൊക്കെ അതൊക്കെ അങ്ങ് അനുവദിച്ചു കൊടുത്തു. കാരണം VD സതീശന്റെ കൂടെ എപ്പോഴും ഒരു പ്രബലമായ ഒരു ടീമുണ്ട്. ഒന്നുകിൽ ലീഗുകാരുണ്ടാകും, അല്ലെങ്കിൽ മുഖ്യമന്ത്രി ആകുമെന്ന പ്രതീക്ഷയിൽ ഒരു സംഘമുണ്ട്. അവരെ പിരിച്ചുവിടാൻ പറ്റില്ല. അതുകൊണ്ടാണ് KC വേണുഗോപാൽ പ്രതിപക്ഷ നേതാവ് കൂടിയാണല്ലോ. ആലപ്പുഴയിൽ എൻ്റെ വീട്ടിൽ, കാരണം അവിടെ പ്രതിപക്ഷ നേതാവിന്റെ വീട്ടിൽ ആർക്കും കയറിച്ചില്ല. ഇപ്പോഴും അങ്ങനെയാണല്ലോ, ആർക്കും കയറിച്ചില്ല. ആർക്ക് വേണമെങ്കിലും ഒരു നിവേദനമായിട്ട് കയറി ചെല്ലാവുന്നൊരു ഓഫീസ് കൂടിയാണത്. അപ്പോൾ VD മണ്ഡലത്തിലാണ് VDയും മകളും ഒക്കെ ചെയ്ത് രാവിലെ അവിടുന്ന് കാറിൽ തിരിച്ചിട്ടുണ്ട്. VD തിരിച്ച് മണ്ഡലത്തിൽ പോയായിരുന്നു. കാരണം എന്തെങ്കിലും ആയിക്കൊള്ളട്ടെ എന്ന് പറഞ്ഞ് VD പോയി. KC വേണുഗോപാൽ ഡൽഹിയിലാണല്ലോ. അപ്പോൾ VDയെ വിളിപ്പിച്ചിട്ടുണ്ട്. VD യോഗത്തിൽ പങ്കെടുക്കാൻ വരുന്നുണ്ട്. അപ്പോൾ ഈ യോഗത്തിൽ വച്ച്
ഒരു തർക്കമുണ്ടാകാതെ നിൽക്കുകയാണ്. അപ്പോഴാണ് ഈ ലീഗിൻ്റെ മുസ്ലിം ലീഗിൻ്റെ ഇടപെടൽ ഞങ്ങളാരും പങ്കെടുക്കുന്നില്ല, അസൗകര്യമുണ്ട്, സമയത്തിനെത്താൻ പറ്റുമെന്ന് പറയുന്നത്. പക്ഷേ അവർ കത്ത് കൊടുക്കും എന്ന് ഈ കത്തുമായിട്ടാകും KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് ഗവർണറെ കാണുക. അതാണ് ഇപ്പോഴത്തെ. കാരണം മുഖ്യമന്ത്രി ആരെന്ന് പറയാത്തതിനാൽ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് ഗവർണറെ കാണും എന്നൊരു ഫോർമുലയിലേക്ക് എത്തിയിരിക്കുകയാണ്. മുഖ്യമന്ത്രി അനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ നിയുക്ത മുഖ്യമന്ത്രി തീർച്ചയായിട്ടും ഭൂരിപക്ഷം തെളിയിക്കുന്ന കത്തുമായി നമുക്ക് കാത്തിരിക്കാം. എന്തായാലും ഈ പറഞ്ഞതുപോലെ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ആരാണ് എന്ന് വരും മണിക്കൂറുകളിൽ നമുക്കറിയാൻ കഴിയും. പക്ഷേ ഇതിലൊരു അടുത്തൊരു എന്ന് പറഞ്ഞാൽ ഇവരിപ്പോൾ ഹൈക്കമാൻഡ് ധരിപ്പിച്ചിരിക്കുന്നത് ഇപ്പോൾ സ്വാഭാവികമായിട്ടും രാജ്യത്ത് ഇന്ധന വില കൂടുമ്പോൾ അത് കേന്ദ്ര സർക്കാരിൻ്റെ കുറ്റമാകും. അപ്പോൾ അവരെ പഴി പറയാനുള്ളൊരു അവസരമാണ്. കയറുന്ന സർക്കാർ ആ ഇന്ദിരാ ഗ്യാരണ്ടിക്കൊപ്പം ചെയ്യുക. പിണറായി സർക്കാർ കുറയ്ക്കാൻ വിസമ്മതിച്ചിരുന്ന സ്റ്റേറ്റ് എക്സൈസ് ടാക്സ് ഉണ്ടല്ലോ, അതും കുറവ് വരുത്തുമ്പോൾ ജനം ആരെ പഴിക്കും? ആരെയും പഴിക്കില്ല. ഇവർക്ക് സ്റ്റേറ്റ് ഗവൺമെന്റിനെ പഴിക്കില്ല. കേന്ദ്രം കൂട്ടിയപ്പോൾ ഞങ്ങൾ കുറച്ചു, കുറച്ചിട്ടില്ല, ഇത്രയും കാലമേ കുറച്ചിട്ടില്ല. അപ്പോൾ കേന്ദ്രം 7-8 രൂപ അധികം. അപ്പുറത്ത് മറ്റൊരു വലിയ വെല്ലുവിളിയുണ്ട്. ഖജനാവിൽ പൂച്ചപെറ്റ് കിടക്കുകയാണ്. ഈ വരുമാനം കുറയുന്നത് തീർച്ചയായിട്ടും അത് കോൺഗ്രസ് ഗവൺമെന്റിനെ, കേരളത്തിനെ ഒക്കെ വലിയ തോതിൽ ബാധിക്കും. അങ്ങനെ ഒരു വിഷയം കൂടിയുണ്ട്. ഈ കിഫ്ബിയുടെ കുടിശ്ശിക തന്നെ വലിയ കുടിശ്ശിക, ഊരാളുങ്കൽ ഉൾപ്പെടെയുള്ളവർക്ക് വലിയ കുടിശ്ശിക തുക ബാക്കി പലർക്കും നൽകാനുണ്ട്. നമ്മുടെ സഹകരണ സ്ഥാപനങ്ങൾ കരാറുകാർക്കെല്ലാം പണം കൊടുക്കാൻ ഈ തുക മുഴുവൻ എടുത്തിരിക്കുന്നത് സഹകരണ സ്ഥാപനങ്ങളിൽ നിന്നും കടമായിട്ടാണ് സർക്കാർ. അവർ കടമെടുത്താണ് ഈ KSRTC ശമ്പളം കൊടുക്കുന്നതും ഈ ക്ഷേമ പെൻഷൻ കൊടുക്കുന്നതും ഒക്കെ ഈ സഹകരണ സ്ഥാപനങ്ങളിൽ നിന്നുള്ള നിക്ഷേപം എടുത്തിട്ടാണ്. ഈ തുക സർക്കാർ തിരിച്ചു കൊടുത്താൽ മാത്രമേ ആ സഹകരണ സ്ഥാപനങ്ങൾ തകരാതിരിക്കുകയുള്ളൂ. അപ്പോൾ അതിനുള്ള പാക്കേജ് എന്നുള്ളത് നമ്മുടെ സഹകരണ മന്ത്രിക്ക് വലിയൊരു പുതിയ സഹകരണ മന്ത്രിക്ക് വലിയൊരു വെല്ലുവിളിയായിരിക്കും. അപ്പോൾ ഇതെല്ലാം കാണിച്ചാണ് കാരണം നമ്മൾ കേന്ദ്രത്തിനെതിരെ പ്രക്ഷോഭം ശക്തമായി നടത്താൻ പോകുന്നു എന്ന് കാണിച്ചിട്ടാകും ഇനി ഈ സർക്കാരിൻ്റെ തുടക്കം. അത് പറഞ്ഞിട്ടാണ് ഇപ്പോൾ അവിടെ ഹൈക്കമാൻഡ് VD സതീശനാണെങ്കിൽ അതിന് നേതൃത്വം നൽകാൻ പറ്റിയ വ്യക്തിയാണ് എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ സതീശനെ ഒരു കോൺഗ്രസിൻ്റെ തീരുമാനമെന്ന നിലയിൽ സതീശനെ കൊണ്ടുവരാൻ നീക്കം നടക്കുന്നു എന്നാണ് ഇപ്പോൾ ഏറ്റവും പുതിയ അറിയാൻ കഴിയുന്നത്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. വരും മണിക്കൂറുകൾക്കുള്ളിൽ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി ആരെന്നറിയാം. ലീഗിൻ്റെ സമ്മർദ്ദത്തിന് ഹൈക്കമാൻഡ് വഴിപ്പെട്ടോ, ഈ പറഞ്ഞതുപോലെ അല്ലാതെ ഹൈക്കമാൻഡിന് സ്വതന്ത്രമായ ഒരു തീരുമാനമെടുക്കാൻ സാധിച്ചോ, ഇതൊക്കെ വരും മണിക്കൂറുകൾക്കുള്ളിൽ വ്യക്തമാകും. നന്ദി, നമസ്കാരം.